പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത ഹാൽ സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്ന കാര്യത്തിൽ ജസ്റ്റിസ് വി.ജി. അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. നിർമ്മാതാക്കളുടെ ഹർജിയെ എതിർത്ത് കക്ഷി ചേരാനുള്ള RSS നേതാവിന്റെ അപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അലി അക്ബർ ഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രദർശനാനുമതി നിഷേധിച്ച വളരെ വിവാദമായ ഹാൽ സിനിമ അതിന്റെ സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്തുള്ള നിർമ്മാതാക്കളുടെ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്ന കാര്യത്തിൽ ജസ്റ്റിസ് വി.ജി. അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. അലി അക്ബർ ഷാ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലി, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രദർശനാനുമതി നിഷേധിച്ച ഈ ഹാൽ സിനിമയുടെ സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഹർജിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതേസമയം തന്നെ ഇതിനെതിരായ ഹർജിയിൽ കക്ഷി ചേരാനുള്ള RSS നേതാവിന്റെ ഇതും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പലവിധ വെട്ടുകൾ ഈ സിനിമയിൽ വേണം എന്നതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് സമാധാനം തകർക്കുന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ RSSനെ അപമാനിക്കുന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നതായിരുന്നു RSS നേതാവ് AP അനിലിന്റെ വാദം. അതിൽ പ്രധാനമായും പറയുന്നത് മതസാമൂഹ്യ സുരക്ഷ ഇപ്പോൾ നിലനിൽക്കുന്ന നിലയിൽ തുടരാൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രതിസന്ധി ഈ സിനിമ ഉണ്ടാക്കും. ആ നിലയിലാണ് ഇതിലെ ചില പ്രചരണങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, അതുപോലെ ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, രാഖി തുടങ്ങിയ പ്രയോഗങ്ങൾ, ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ നിലവിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കടുംവെട്ട് പാലിച്ചാൽ തന്നെ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്നതാണ് CBFCയുടെ നിലപാട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾ ഈ അടുത്തിടെ മറ്റ് സിനിമകളുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഹാൽ സിനിമയിലെ ഈ പറഞ്ഞ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വിവാദങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഹർജി കോടതി പരിഗണിക്കുകയാണ്. ശരി, അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.